പക്ഷേ അന്നൊരു എയർപോർട്ട് വരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടായിട്ട് അത് കുറേ കാലം നിലനിൽക്കുന്നു. ഇന്റർനാഷണൽ എയർപോർട്ട് ആവുന്നില്ല. ഇന്റർനാഷണൽ എയർപോർട്ട് ആകാൻ വേണ്ടി ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ റൺവേയുടെ കാര്യം പറയുന്നു, ഉയർന്ന ഇതിലാണ് നിൽക്കുന്നത്, അത് ഫ്ലാറ്റ് ആക്കണം, കുറേ ഇതുകൾ വരുന്നു. ഇന്റർനാഷണൽ എയർപോർട്ടായി കഴിഞ്ഞപ്പോൾ വലിയ ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നില്ല, പല രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റുകളില്ല. ഇതിനു വേണ്ടി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഇടക്കാലത്ത് ഒരു ചെറിയ ആക്സിഡന്റ് ആയി, അപ്പോൾ അത് അടച്ചിടുന്ന പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെയാകുമ്പോൾ നിരന്തരമായി ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെയാണ് കൊച്ചിയും കണ്ണൂരും പ്രൈവറ്റ് ചെയ്യപ്പെടുന്നത്. ഒരൊറ്റ ലോബിയാണ് ഇതിന്റെ രണ്ടിന്റെയും പറയുന്നത്. സൗദി എയർലൈൻസ് കുറച്ചൊരു എടുത്തുള്ള ഭയങ്കര ബോഡിയൊക്കെ ഉള്ള ഭയങ്കര ഫ്ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളെ എയർ ഇന്ത്യ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള അതേ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് എന്ത് ചെയ്യണത്, ഇവിടെ നിന്ന് എടുക്കുന്ന സൗദി ഫ്ലൈറ്റ് ഒന്നുമല്ല. അതേ ഫ്ലൈറ്റുകളുടെ ചാർജ് ആണ് ഈ 40,000 രൂപ അഡീഷണൽ ആയിട്ട് വരും. അപ്പൊ നമ്മളിതിൽ നല്ല ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് പിന്നെ നിരക്ക് കൂടുതലാണ് എന്നുള്ള പിന്നെ ചർച്ചകൾ അത് റീസെൻ്റ്ലിയും കുറച്ച് മുമ്പേ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈവൻ ഇവിടെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്ന ഹജ്ജ് യാത്രയേക്കാൾ പിന്നെ പണം ചിലവാക്കി വേണം ഇവിടെയുള്ള സർക്കാരിൻ്റെ ഭാഗമായി നമ്മൾ ഹജ്ജ് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്നുള്ള നിലക്ക്. അപ്പോൾ ഇത് പിന്നെ ചർച്ച ചെയ്യപ്പെടുമ്പം പിന്നെ പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവഗണനകൾ ആ വിമാനത്താവളത്തിന് ലഭിക്കുന്നു എന്നുള്ള നിലക്കുള്ള ഒരു സംഗതിയുണ്ട്. അപ്പം ഇതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അല്ല, നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ നടന്ന ഏറ്റവും വലിയ ഒരു തീർത്ഥാടക സംരംഭം കഴിഞ്ഞു നിൽക്കുകയാണ് കുംഭമേള. ഇതും കുംഭമേള നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പുണ്യ കർമ്മമായിരുന്നു. അപ്പം അതിനുവേണ്ടി നമുക്കറിയാം നീണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ UP ഭരണകൂടം നടത്തിയിരുന്നു. വലിയ ഒരു തുക അതിനുവേണ്ടി നീക്കി വച്ചിരുന്നു. പല സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഒടുവിൽ അതിൽ നിന്ന് കുറേ പേരൊക്കെ എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ള കണക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തു ആയിക്കോട്ടെ, അപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ പുണ്യകർമ്മങ്ങൾക്ക് ഇന്ത്യ പോലുള്ളൊരു രാജ്യം കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെയാണത് കാണിക്കുന്നത്. പക്ഷെ അതൊരു സെക്ടേറിയനായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുങ്ങിപ്പോകാൻ എന്താണ് പാടില്ല. ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമൊട്ടുക്കുമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്, തീർത്ഥാടന കർമ്മമാണത്. മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷനിൽ പിന്നെ ഒന്നാമത്തെയും ചിലപ്പോൾ ആയിരിക്കും, പുതിയ സെൻസസൊക്കെ വന്ന് നമുക്കറിയില്ല, സാധ്യത ഉള്ളതാണ്. അപ്പം അത്രയും മുസ്ലിങ്ങളുള്ളൊരു രാജ്യത്തു നിന്നാണ് ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്ത് പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം മലബാർ മേഖല എന്ന് പറയുമ്പോൾ മലബാർ മേഖലയ്ക്കൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഇത്രയും ഒന്ന് അല്പം സമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, രണ്ട് ഈ ഒരു പ്രക്രിയയുടെ ഭാഗവാക്കാകാൻ എപ്പോഴും എക്സസ് ആയിരിക്കും ഇവിടെ. മറ്റു പല സ്ഥലങ്ങളിലും ആളെ കിട്ടാതെ ആകുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എപ്പോഴും കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. ഹജ്ജ് കമ്മിറ്റി വഴിക്ക് പോകാനുള്ള അത് കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൈവറ്റ് മറ്റേ തീർത്ഥാടക എന്താ പറയുക കമ്പനികൾ, ആ കമ്പനികളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. നേരത്തെ ഇതിനകത്ത് ചില സബ്സിഡികളുണ്ടായിരുന്നു. സബ്സിഡി എന്ന് പറയുമ്പോൾ നമ്മളതിന് തെറ്റിദ്ധരിക്കാൻ ശരിക്കും ചെയ്യുന്നത് അത് ലാഭത്തിന് മറ്റേ എടുത്തു കൊടുക്കുന്നൊരു പരിപാടി തന്നെയാണ് പഴയ സബ്സിഡി എന്നും പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും പരമാവധി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത മാത്രമേ തീർത്ഥാടകർക്ക് വന്നിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തോടെ എന്താണ് സബ്സിഡി പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പുറമെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വളരെ തീവ്രമായിട്ടുള്ള ഒരു അവഗണന എന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധപൂർവം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ അപ്ലിക്കൻസ് ഉള്ളത് മലബാർ മേഖലയിൽ നിന്നാണ്. അതായത് ഹജ്ജ് കമ്മിറ്റി വഴി പോകാനുള്ള ഉള്ള ഏറ്റവും കൂടുതൽ 80% കേരളത്തിലെ തന്നെ 80% മലബാർ മേഖല നിന്നാണുള്ളത്. ഈ ആളുകളെ സംബന്ധിച്ചോളം അവർ ഒരു നല്ല ഒരു ശതമാനവും ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെയാണ്. അതിന് 2-3 കാരണങ്ങളുടെ ഒന്നെന്താ വെച്ചാൽ അവിടെ നിന്നാണ് കൂടുതൽ ആളുകളുള്ളത്, അവിടുത്തെ ഹജ്ജ് മറ്റേ ഹൗസ് അവിടെ ഉണ്ട്, മറ്റ് സർവീസുകൾ അതായത് അങ്ങനത്തെ സംഘങ്ങളും ഒക്കെ എന്താണ് വളരെ കൃത്യമായിട്ട് അതിന് ആ സമയത്ത് അവിടെ എത്തിച്ചേരുകയും എല്ലാവിധ സർവീസുകളും അവർക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ അതിനെ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട്, അതായത് ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് ഈ ചാർജ് കൂട്ടി.
കരിപ്പൂരും കൊച്ചിയിലും കണ്ണൂരിലുമൊക്കെ ഉള്ള ചാർജ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു. 1,00,000 മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചു ഫ്ലൈറ്റ് ചാർജ്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് വന്നു, മാർച്ചുകളൊക്കെ വന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലെയും കണ്ണൂരിലെയും ചാർജ് കുറച്ചു, കരിപ്പൂരിലെ ചാർജ് അതേപോലെ തന്നെ നിലനിർത്തി. വേണമെങ്കിൽ ലേശം കൂട്ടി എന്ത് ചെയ്യാം പറയാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഈ ഡിസ്പാരിറ്റിയെക്കുറിച്ച്, ഈ ഇവർക്കിടയിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളായി, നിവേദനങ്ങൾ കൊടുത്തു, പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു, വ്യോമയാന മന്ത്രാലയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ വർഷമെങ്കിലും ഒരു മാറ്റമുണ്ടാകും എന്നാണ്. എന്നാൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ 2 കൊച്ചിയിലെയും കണ്ണൂരിലെയും ഇത് 2,000-3,000 കുറച്ചു. ഇവിടുത്തെ ഏതാണ്ട് 6,000 രൂപയോളം കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഒരു 10,45,000 രൂപയുടെ ഡിഫറൻസാണ് ഈ 2 എയർപോർട്ടുകൾ തമ്മിൽ ഉള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള ആളുകളൊക്കെ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ബോധപൂർവം കളിയാക്കുന്ന ഒരു ഇത് നടക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. അതിപ്പോൾ വ്യോമ മന്ത്രാലയത്തോട് എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കുറഞ്ഞു എന്നാണ്. ഈ വർഷം 2025 നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കുറഞ്ഞിരിക്കുന്നു. ഇത് കണക്കും 700 കുറഞ്ഞു, 12,000 ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കൂ. ഇത് കളിയാക്കലാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണിത് കുറഞ്ഞത്? കഴിഞ്ഞ വർഷം പോലും ചാർജ് കൂട്ടിയിട്ടും ആളുകൾ പിടിച്ചു നിന്നു കരിപ്പൂരിൽ നിന്ന് തന്നെ പോകാൻ വേണ്ടി, പക്ഷെ കുറയുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു തുക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പലരും എന്ത് ചെയ്തു, കണ്ണൂരിനെയും കൊച്ചിയെയും ആശ്രയിക്കാൻ നിർബന്ധിതരായി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ കുറവ് വന്നിട്ടുള്ളത്. അതിനെ പക്ഷേ എന്ത് ചെയ്യുക, എന്നിട്ടും ഇപ്പോഴും കൂടുതൽ ഇവിടെ നിന്ന് തന്നെയാണ്, കരിപ്പൂരിൽ നിന്ന് തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് കുറഞ്ഞു എന്നുള്ളൊരൊറ്റ ഫാക്ടറിന് മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാത് ഈ 1988 മറ്റാണ് കരിപ്പൂർ എയർപോർട്ട് വരുന്നത്. ആ കാലഘട്ടം തൊട്ടുള്ള പ്രശ്നങ്ങളാണിത്. കരിപ്പൂർ എയർപോർട്ട് വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച പലരുമുണ്ട്. അന്ന് നമുക്കറിയാം ഈ അഹമ്മദ് സാഹിബിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അദ്ദേഹം, എനിക്ക് നേരിട്ട് ഒരു അനുഭവമുണ്ട് അദ്ദേഹം പറഞ്ഞത്. എന്നുവെച്ചാൽ ഒരിക്കൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് വേറൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ നിങ്ങളെന്താ ഇതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഒന്ന് വിമർശിക്കാത്ത എന്താണെന്ന്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് എന്താ വെച്ചാൽ, അങ്ങനെയൊന്നും ഈ രാജ്യത്ത് കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാധീനിച്ച് വളരെ മയത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നടത്തണം. അപ്പോൾ അത്തരത്തിൽ തന്നെ തൻ്റെ സ്വാധീനങ്ങളെ മുഴുവനും ഉപയോഗിച്ചാണ് അദ്ദേഹം ഇതന്ന് നേടി എടുത്തത്. പക്ഷേ അന്നൊരു എയർപോർട്ട് വരുന്നു, അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടായിട്ട് അത് കുറേ കാലം നിലനിൽക്കുന്നു. ഇൻ്റർനാഷണൽ എയർപോർട്ട് ആവുന്നില്ല. ഇൻ്റർനാഷണൽ എയർപോർട്ട് ആകാൻ വേണ്ടി ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ റൺവേയുടെ കാര്യം പറയുന്നു, പിന്നെ ഇത് ഉയർന്ന മറ്റേ ഇതിലാണ് നിൽക്കുന്നത്, ആ മല പൊട്ടിക്കണം, അത് ഫ്ലാറ്റാക്കണം, കുറേ ഇതുകൾ വരുന്നു. ഇൻ്റർനാഷണൽ എയർപോർട്ടായി കഴിഞ്ഞപ്പോൾ വലിയ ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നില്ല, കൂടുതൽ ഫ്ലൈറ്റുകളില്ല, പല രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റുകളില്ല. ഇതിനു വേണ്ടി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, റൺവേ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. പിന്നെ ഇടക്കാലത്ത് ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ അത് അടച്ചിടുന്ന പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെയുമല്ല നിരന്തരമായി ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് കൊച്ചിയും കണ്ണൂരും പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നത്. ഒരൊറ്റ ലോബിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പറയുള്ളത്. അപ്പോൾ അവർ ഇരുകൂട്ടരും യഥാർത്ഥത്തിൽ ഇത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനകത്ത് ഇതുവരെ ഒന്നും പറയുന്നില്ലോ. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന 2 കമ്മിറ്റികളുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ബന്ധമുണ്ട്. അപ്പോൾ അതൊരു വലിയ ക്രൂരമായിട്ടുള്ളൊരു തമാശയാണ്. ഇനി ഇവിടുത്തെ ഹജ്ജ് കമ്മിറ്റിയാണ് കാര്യമായിട്ട് പ്രക്ഷോഭത്തിലിറങ്ങേണ്ടത്. അവരൊക്കെ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു ഞാൻ പറയാം. ഹജ്ജ് കമ്മിറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഹജ്ജ് കമ്മിറ്റിക്ക് ചെയർമാനില്ലേ, മന്ത്രിയില്ലേ, ഇവരാരും തന്നെ സജീവമായൊരു ഇടപെടലോ അല്ലെങ്കിൽ ആ രീതിയിൽ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും ശ്രമിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ വെച്ചാൽ എത്ര ബാലിശമായിട്ടുള്ള കാരണങ്ങളാണ് ഈ നമ്മുടെ ഹാരിസ് ബീരാൻ അദ്ദേഹം MP എന്ത് ചെയ്തു, ഒരു നിവേദനം കൊടുക്കുകയും ഇപ്പോൾ കാരണങ്ങൾ അന്വേഷിച്ചു. അതിനൊരു 5-8 കാരണങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ എടുത്താൽ നമുക്കറിയാം ആ കാരണങ്ങളെല്ലാം കരിപ്പൂർ വിമാനത്താവളത്തെ കൂടുതൽ
പരിഗണിക്കേണ്ടതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത് എല്ലാവിധ സാധ്യതകളും ആർത്തിലുണ്ട്. ഇനി ആലോചിച്ച് നോക്കുക, ഈ ചാർജ് ഏത് നിലയ്ക്ക് ന്യായീകരിക്കാൻ പറ്റും? നമ്മൾ ഇവിടുന്ന് ഉമ്രക്ക് ആളുകൾ പോകുന്നുണ്ടല്ലോ, ഉമ്രക്കയുടെ മൊത്തം ചാർജ് എത്ര വരിക? ഒരു 70,000 80,000 രൂപ. ഈ പറയുന്ന ജിദ്ദയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു 20,000 രൂപയുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റേ വരേണ്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും 40,000 രൂപ. ഈ സ്ഥാനത്താണ് ഈ 1,32,000 രൂപ. പറയുന്നൊരു കാര്യം, വെറുതെ വിമാനം ഒരു സൈഡിലേക്ക് പറക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 40,000 വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഫ്ലൈറ്റ് പോയാലോ 80,000 വരിക. അപ്പോഴും ഈ 45,000 രൂപ അധികമല്ലേ? അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഈ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയാൽ അറിയാം, ഇത് ഈ പറയുന്ന ഹജ്ജ് തീർത്ഥാടകരെ പൂർണ്ണമായി കളിയാക്കുന്ന, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ചൂഷണം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ്. ഇത് വേറൊന്നും നമുക്കറിയാം. ഇവിടെ നമ്മുടെ വെക്കേഷൻ സമയം വരുമ്പോൾ ഇപ്പോൾ അടക്കം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 20-ാം തീയതി കഴിഞ്ഞോടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ചാർജുകൾ ഗൾഫ് സെക്ടറിലേക്ക് കൂടി. ക്രിസ്മസ് വന്നാൽ യൂറോപ്പിൻ്റെ കൂടും, അല്ലെങ്കിൽ ഓണത്തിന് വേറെ അവിടെ നിന്ന് കൂടുന്നില്ലല്ലോ. അത് ബോധപൂർവമാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സിറ്റും ആയിട്ട് ആളുകൾ എന്ത് ചെയ്യും, പോക്ക് വരവുണ്ടാവുമെന്നറിയാം. അതിനെയും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ വ്യക്തമായ ധാരണയോടെ നിയമപരമായി നേടാൻ പറ്റുന്ന കാര്യങ്ങൾ നിയമപരമായും, അല്ലാത്ത കാര്യങ്ങൾ അല്ലാതെയൊക്കെ. ഇപ്പോൾ ഇതിൽ കോടതി ഇടപെട്ട് എന്ത് ചെയ്തു, ഇത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. ഈ എന്തുകൊണ്ടാണെന്നുള്ളത് ഈ പറയുന്ന കാരണങ്ങളൊക്കെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനൊന്നും പ്രത്യേകിച്ചൊരു വാലിഡിറ്റി ഇല്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു ചലഞ്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കരിപ്പൂർ എന്നിട്ട് പോലും 8% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 7ാമത്തെ എയർപോർട്ടാണ് ഇപ്പോഴും ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ സ്ഥാനത്ത് നിന്നിരുന്നതാണ്. അവിടെ താഴേക്ക് വന്നിട്ടാണ് ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുള്ളത് നിർബന്ധമാണ്. നേരത്തെ ഇവിടുത്തെ വ്യാപാരി സമൂഹം, കോഴിക്കോട് വ്യാപാരി സമൂഹം ഇതിനകത്ത് സജീവമായിട്ട് ഇടപെടുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മ, നിരപേക്ഷമായിട്ടൊരു കൂട്ടായ്മ ഉയർന്നു വരികയും ഈ എയർപോർട്ട് തന്നെ അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതും പ്രൈവറ്റൈസ് ചെയ്യുകയും ആ രീതിയിലുള്ള ഒരു പതനത്തിലേക്ക് പോകാം. അതിനെതിരെയുള്ള ഒരു സമാധാനപൂർവ്വമുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രൈവറ്റായിട്ട് പോകുമ്പം 60,000 80,000 ഒക്കെ കൊടുത്ത് പോകാൻ കഴിയുന്നിടത്ത് സർക്കാർ വഴി പോകുമ്പം 1,35,000-ത്തിലധികം രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിവേചനമാണ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊരു സാമൂഹിക ദൗത്യം എന്തായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് കണക്കൊന്ന് വായിക്കാം. കോഴിക്കോട്ട് നിന്ന് 3,70,70,250 രൂപ, കണ്ണൂരിൽ നിന്ന് 3,29,900 രൂപ, കൊച്ചിയിൽ നിന്ന് 3,26,650 രൂപ. വലിയ വ്യത്യാസമാണ് ഓരോന്നിലും മാഷ് പറഞ്ഞ പോലെ ഉള്ളത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പിന്നെ ആടിനെ നോക്കി ജീവിക്കണ ഒരു സ്ത്രീ, അവർ ആടുകളെ വാങ്ങുന്നതും വളർത്തുന്നതും ഒക്കെ എന്തിനാണ്? അവർക്ക് മക്കത്ത് പോകണം. അങ്ങനെ അവസാനം പൈസ സ്വരുക്കൂട്ടി അതിനാകുമ്പോൾ അവർ പോവാണ്. അവരുടെ ഒരു യാത്ര പറച്ചിലുണ്ട്. അപ്പം ഇവിടുത്തെ പൊതുസമൂഹം, ഈ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം ഓർക്കണം, ഇവിടുത്തെ താഴെ തട്ടിലെ മനുഷ്യർ അവരുടെ ജീവിത സ്വപ്നമാണ് മക്ക കാണണം എന്ന് പറയുന്നത്. ആ ജീവിത സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? അതിലൂടെ സ്വരുക്കൂട്ടിയ പണമാണ് ഈ വാരി കൊണ്ടുപോകുന്നത്. ഒരു പറയണ എവിടെയെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ തിരക്കിടില്ല. മാത്രമല്ല മാഷ് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ടിൽ ആക്സിഡൻ്റ് ഉണ്ടായ സമയമുണ്ടല്ലോ, ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായ സമയം, ആ ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ ഇടപെട്ട നമ്മുടെ പല സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ നമ്മളെ വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന ഭാരവാഹി അബ്ദുള്ള അൻസാരിയൊക്കെ ഫ്ലൈറ്റിലേക്ക് ആദ്യം എൻ്റർ ചെയ്ത ആളുകളിൽപ്പെട്ട ആളാണ്. അവിടുത്തെ പോലീസും അവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങൾ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകളുടെ ഫ്ലൈറ്റ് ക്രാഷുകളുടെ ഒരു നിയമം അനുസരിച്ച് എടുക്കേണ്ട ഡ്യൂറേഷനും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ചെല്ലാനൊക്കെ ഉള്ളത്. അതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഇവരൊന്നിച്ച് പൊട്ടിച്ച് കയറാൻ നോക്കുമ്പോൾ ബാക്കി അറിയണ പോലീസുകാർ പറഞ്ഞു കൊടുത്തത് മലപ്പുറത്തേരാണ് വേഗം വിട്ടുള്ളിന്ന്, അല്ലെ ഓലെന്തായാലും കയറുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു വിഷയം അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ ഉടനെ കൊണ്ടോട്ടിയിൽ അവിടെ ഒരു ചായക്കടയിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു കാരണവർ പറഞ്ഞൊരു കാര്യം എനിക്കറിയാം. ഇവിടെ ഈ എയർപോർട്ട് വന്നത് തന്നെ
അന്നത്തെ കുറേ വലിയ മനുഷ്യന്മാരെ ഇപ്പോൾ മാഷൊക്കെ പറഞ്ഞ പോലത്തെ കുറേ മനുഷ്യന്മാരെ എടുത്തു പറഞ്ഞിട്ട് അവർ വന്ന് നമുക്ക് ഇവിടുന്ന് ഹജ്ജിന് പോകണം, നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യണത്, താമസിക്കണ വീടുകൾ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, അവർ താമസിക്കുന്ന വീടുകൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ ലൊക്കേഷനാണ് എയർപോർട്ടിൻ്റെ റൺവേയും അനുബന്ധങ്ങളൊക്കെ ആക്കി മാറ്റണത്. അപ്പം അവരോട് അന്ന് പറഞ്ഞത് ഈ പുണ്യായിരുന്നു, പറഞ്ഞ ഒരു പോയിന്റ് ഈ പുണ്യായിരുന്നു, തലമുറകൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പറന്നുയരും, അങ്ങ് മക്കയിലെത്തും, അപ്പം അതിൻ്റെ കൂലിങ്ങൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്. അപ്പം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതിപ്പോൾ പിന്നെ ശബരിമലയിൽ ഇത് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ വേറൊരു കണ്ണോട് ആരും എടുക്കാൻ പാടില്ല. ഒരു പോയിന്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മളത് പറയുന്നത്. അവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിലേക്ക് മാറിയപ്പോൾ അത് എന്തുമാത്രം രൂക്ഷമായ ചർച്ച നമ്മളെ മീഡിയകളിൽ വന്നു. നീണ്ട ദിവസങ്ങൾ അത് ചർച്ചയ്ക്ക് വിധേയമായി. ഇത് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കരിപ്പൂറിനെ ഇല്ലാതാക്കണ സംഭവങ്ങൾ വരുമ്പോഴും അത് ഒരു വളരെ സീരിയസ് ആയ ചർച്ചയ്ക്ക് പലപ്പോഴും വരുന്നില്ല. അത് ആ വീടൊഴിഞ്ഞു കൊടുത്തവരുടെ പിൻതലമുറക്കാരും അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ, അത് വരാൻ വേണ്ടി അധ്വാനിച്ചവരുടെ നാനാജാതി മതസ്ഥരുടെ മക്കളും സാമൂഹ്യ ജീവികളായ ആളുകളൊക്കെ ഇതിൽ ഇടപെടണം. ശരിക്കും ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ പിന്നെ കോർട്ട് നിർദ്ദേശിച്ചത് പ്രകാരം പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ എംബാർക്കേഷൻ പോയിന്റുകളെ താരതമ്യം ചെയ്യാൻ പറ്റൂല. കണ്ണൂർ ഇത്ര, കൊച്ചി ഇത്ര എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടുത്തെ ഓപ്പറേഷനുകളുടെ മെത്തേഡിൽ വലിയ വ്യത്യാസം ഉണ്ടാവും, ഫ്ലൈറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓപ്പറേഷനുകൾക്കും ഫീച്ചേഴ്സിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളം ഒരേ എയർലൈൻ കമ്പനിയാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എന്ത് ചെയ്യണത്, എടുക്കുന്നത്. ബോയിലിംഗ് ഫ്ലൈറ്റ് 737-ഉം 320 ആണ്, 2 ഫ്ലൈറ്റുകൾ ആണ് ഉദാഹരണമായിട്ട് ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു നാരോ ബോഡി വിമാനങ്ങളാണ് 2 സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ഒക്കെ ഒന്നാണ്. എത്രത്തോളം വെച്ചാൽ യാത്രാ ദൂരം പോലും 44.7 മൈൽ, പിന്നെ 40 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പോയിന്റിന് ഇതൊക്കെ നിലനിൽക്കുകയാണ്. 40,000 എവിടുന്ന് കൂട്ടണത്, കോഴിക്കോട്ട് നിന്ന് കൂട്ടണത്. ഇനി രണ്ടാമത്തെ 2024 പറഞ്ഞത് പ്രകാരം സൗദി എയർലൈൻസ് ആണല്ലോ ഇവിടുന്ന് അന്ന് ആളുകൾ എടുത്തിരുന്നത്. അപ്പോൾ സൗദി എയർലൈൻസ് കുറച്ചൊരു വിടുത്തുള്ള ഭയങ്കര ബോഡിയൊക്കെ ഉള്ള ഭയങ്കര ഫ്ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളെ എയർ ഇന്ത്യ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോ കണ്ണൂരിൽ നിന്നുള്ള അതേ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് എന്ത് ചെയ്യണേ, ഇവിടുന്ന് എടുക്കണ സൗദി ഫ്ലൈറ്റുകളൊന്നും അല്ല എടുക്കണത്. അതേ ഫ്ലൈറ്റുകളുടെ ചാർജാണ് ഈ 40,000 രൂപ അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിതിൽ നല്ല ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, വ്യക്തമായ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് അധികാരികൾക്കും ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് അത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ, നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഇതിൽ ഇടപെടേണ്ടതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടേണ്ടതുണ്ട്. ഇത് ശരിക്ക് കണ്ണീർത്തുള്ളികളിൽ പടുത്തുയർത്തിയ എയർപോർട്ടാണ്. അങ്ങനത്തെ വൈകാരികത ഉണ്ട് ഈ എയർപോർട്ടിന്റെ പിന്നിൽ. അപ്പം അത് ഹജ്ജിന്റെ ഒരു വിഷയത്തിൽ, അതേപോലെ തന്നെ ആളുകൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഇത് ചെയ്യുന്നത് അത് ക്രൂരമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഇടപെടൽ ഇപ്പോൾ പ്രവാസികളുടെ യാത്രയിലൊക്കെ ഷാഫി പറമ്പൽ MP-യുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ അതായിരുന്നു. അത് വളരെ അറ്റൻഷൻ കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെയൊക്കെ ഫോളോ അപ്പുകൾ തീർച്ചയായും വരണം. ഷാഫി ഉൾപ്പെടെ MK രാഘവൻ വളരെ നന്നായി ഇടപെട്ടിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ആദ്യം ഇപ്പോൾ ഈ വിഷയത്തിലും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെതാണ് വന്നത്. അദ്ദേഹത്തെ സ്പോട്ട്ലൈറ്റ് ഒന്ന് പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു ഘട്ടം തീർച്ചയായും ഉപയോഗിക്കുകയാണ്. എന്തായാലും മൂന്നാമത്തെ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ KG കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള വിവേചനം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ കണ്ണീര് കൊണ്ട് പടുത്തുയർത്തിയ ഒരു കരിപ്പൂർ എയർപോർട്ട്, അതിനെ ഈ രീതിയിൽ ഏതെങ്കിലും ലോബികൾക്ക് വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അതിനെ ഈ വിവേചനം കാണിക്കുകയാണെങ്കിൽ അതിനെ ഇവിടെ അപലപിക്കുകയാണ് ഇൻഷാ അല്ലാഹ്.